ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ LBS സെൻറ്റർ മുഖാന്തിരം BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM അല്ലെങ്കിൽ മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ ഈ വരുന്ന മെയ് മാസത്തിലായിരിക്കും, ഈ 2026 മെയ് മാസത്തിലായിരിക്കും ഓരോ വർഷവും പിന്നെ ഈ കോഴ്സിനൊക്കെ ആപ്ലിക്കേഷൻ വിളിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് പാരാമെഡിക്കൽ സംബന്ധമായിട്ടുള്ള ഫാർമസി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഫിസിയോതെറാപ്പി, അങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്. ഇപ്പോൾ DPharm, ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്, MPH, അതുപോലെ BSc നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് നഴ്സിംഗ്, MSc മെഡിക്കൽ ഫിസിയോളജി, അങ്ങനെ നിരവധിയായിട്ടുള്ള കോഴ്സുകളുണ്ട്. GNM കോഴ്സ്, അങ്ങനെ റേഡിയോളജി കോഴ്സ്, സ്പീച്ച് ആൻഡ് ഹിയറിങ്, അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നത് ഈ LBS സെൻറ്ററിൽ മുഖാന്തിരമാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിങ്ങൾക്ക് അതിൻ്റെ മാത്സ് +2 പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അതിൻ്റെ മാർക്കാണ്, അതിൻ്റെ ഇൻഡെക്സ് മാർക്ക് നോക്കിയിട്ടാണ് നിങ്ങളിവിടെ സെലക്ഷൻ ചെയ്യുന്നത്. ഇപ്പം മാത്സ് ഉള്ളവർക്ക് BTech ഒക്കെ പഠിക്കാം. അപ്പോൾ അതിനുള്ള അവസരം നമ്മുടെ ഇവിടെ കേരള ഗവൺമെൻറ് തന്നെ കൊടുക്കുന്നുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇത് ഓരോ വിഷയത്തിനും 50% മാർക്ക് എല്ലാ വിഷയത്തിനും വേണം കേട്ടോ. അതായത് ഒന്നിച്ചല്ല, ഓരോ വിഷയത്തിനും മാർക്ക് വേണം. SC ST ആണെങ്കിൽ 45% ഉണ്ടെങ്കിലേ ഇവിടെ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. മാർക്ക് അനുസരിച്ചിട്ടാണ്, അതിൻ്റെ മാർക്ക് കൂടുതലുള്ളവരെയായിരിക്കും അവരെടുക്കുന്നത്. ഇത് പിന്നെ നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ജനിച്ച ആളുകളായിരിക്കണം, പ്രത്യേകിച്ച് കേരളത്തിൽ ജനിച്ച ആളുകളായിരിക്കണം. ഇനി പിന്നെ കേരളത്തിന് പുറത്ത് ജനിച്ച ആളുകളാണെങ്കിൽ 8ാം ക്ലാസ്സിന് ശേഷം കേരളത്തിൽ പഠിച്ചിരിക്കണം, 8 മുതൽ കേരളത്തിൽ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ മാതാപിതാക്കളിൽ ഒരാൾ കേരളത്തിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തവരായിരിക്കണം. പിന്നെ അതായത് ഗവൺമെൻറ് ജോബ്, പെർമനൻറ്റ് ജോബ് ഉള്ളവരായിരിക്കണം. ഏജ് കണക്കാക്കുന്നത് ഡിസംബർ 31. ഇപ്പോൾ ഈ വർഷം നിങ്ങൾ അയക്കാൻ ഉദ്ദേശിക്കുന്നു, BSc നഴ്സിംഗിന് അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ BPT അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ MLT അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡിസംബർ 31 17 വയസ്സ് തികഞ്ഞിരിക്കണം. 17 വയസ്സ് തികഞ്ഞിരിക്കണം. 17 തൊട്ട് 35 വയസ്സ് വരെയാണ് BSc നഴ്സിംഗ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുക. 17 തൊട്ട് 46 വയസ്സ് വരെയാണ് മറ്റുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുക. സോ BSc നഴ്സിംഗ്, GNM ഒക്കെ 35 വയസ്സ് വരെയാണ്. ഓക്കെ, മറ്റുള്ള പാരാമെഡിക്കൽ 46 വയസ്സ് വരെയാണ്. സാധാരണ മെയ് ഫസ്റ്റ് വീക്കിലൊക്കെയാണ് ഓരോ വർഷവും ഇത് വിളിക്കാറുള്ളത്, LBS സെൻറ്ററിൽ വിളിക്കാറുള്ളത്. പിന്നെ നമുക്ക് ഓൺലൈനിൻ്റെ +2 മാർക്ക്, ഈ മാർക്ക് നിങ്ങൾ ഇവിടെ ഓൺലൈനായിട്ട് എല്ലാം എൻ്റർ ചെയ്യണം. അത് സമയമാകുമ്പോൾ മെയ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് LBS സെൻറ്റർ മുഖാന്തിരമാണ് ഇത് അപേക്ഷിക്കേണ്ടത്. നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അക്ഷയ സെൻറ്ററിലൊക്കെ പോയി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളിവിടെ രജിസ്ട്രേഷൻ ചെയ്യണം. ഒരു പാസ്വേഡും യൂസർ ID ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ്, അതുപോലെ ഇൻകം സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് എൻ്റർ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ അതിൻ്റെ കോപ്പി ചിലപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എൻ്റർ ചെയ്യേണ്ടി വരും. മെയിനായിട്ട് നിങ്ങളുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ മാർക്കാണ്. പിന്നെ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടാവും. പിന്നെ LBS റാങ്ക് ലിസ്റ്റ്, ഈ മാർക്കിനനുസരിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ മാർക്ക് അനുസരിച്ച് LBS ഇൻഡെക്സ് മാർക്ക്, ഇൻഡെക്സ് സ്കോർ അനുസരിച്ചിട്ട് അവർ ഇതിനകത്ത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സ് കൺഫർമേഷൻ ചെയ്യണം. ഏത് കോഴ്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾ കൺഫർമേഷൻ ചെയ്യണം. BSc നഴ്സിംഗ് ആണെങ്കിൽ BSc നഴ്സിംഗ് കൺഫർമേഷൻ ചെയ്യണം. GNM ആണെങ്കിൽ GNM കൺഫർമേഷൻ ചെയ്യണം. ഏത് കോളേജാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കൺഫർമേഷൻ ചെയ്യണം. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഒരു പ്രാവശ്യം കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പാസ്വേഡൊക്കെ വന്നാലേ അത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഏത് കോഴ്സാണ് വേണ്ടത്, ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ആണെങ്കിൽ അത്, MLT ആണെങ്കിൽ അത്, ഡയാലിസിസ് ടെക്നീഷ്യൻ ആണെങ്കിൽ അത്, ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ BSc നഴ്സിംഗ് ആണെങ്കിൽ അത്. അപ്പോൾ എന്നിട്ട് നിങ്ങൾ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, ഫോർത്ത് അലോട്ട്മെൻറ്റ്, ഇങ്ങനെ അലോട്ട്മെൻറ്റുകളായിട്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. അപ്പോൾ എല്ലാം നിങ്ങൾ ഓൺലൈനായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി +2 പഠിക്കുന്ന പിള്ളേർ ശ്രദ്ധിക്കണം. ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പാരാമെഡിക്കൽ നഴ്സിംഗ് കോഴ്സുകളിൽ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. BSc നഴ്സിംഗ് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ മൊത്തം 14 മെഡിക്കൽ കോളേജുകളുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടും. അപ്പോൾ ആ രീതിയിലാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊരു സംശയമുണ്ട് താഴെ ഒന്ന് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഈ ചാനലിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ, കോഴ്സ് സംബന്ധമായിട്ടുള്ള വീഡിയോകളാണ് കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.
മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.